നമസ്കാരം. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കണക്കിന് വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അതിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കൃത്യത ഉറപ്പാക്കാൻ കഴിയാത്തതിനാലും മാത്രവുമല്ല ഒരേ വാർത്തയുടെ ആവർത്തന വിരസത ഒഴിവാക്കാനും വേണ്ടി ഞാനിവിടെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് 2 പുതിയ അപ്ഡേറ്റ്സ് ആണ് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ നടത്തിയ വിജയകരമായ ഒരു പരീക്ഷണമാണ്. ഇത് നേവിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. കടലിനടിയിൽ സ്ഥാപിക്കാവുന്ന അതിനൂതന മൈനുകൾ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. എത്ര തന്നെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും ഇതിന് തുരത്താൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. MIGM അഥവാ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സാധാരണ പരമ്പരാഗത മൈനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഫോടനം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ടച്ച് നിർബന്ധമാണ്. ഇക്കാരണത്താൽ തന്നെ ഈ മൈനുകൾ എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത മൈനുകളിൽ വിവിധ തരത്തിലുള്ള സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൈനിന് ബ്ലാസ്റ്റ് ചെയ്യാൻ ശത്രുയാനങ്ങളിൽ നിന്നുള്ള ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. പകരം അവയിൽ നിന്നുള്ള ശബ്ദതരംഗങ്ങളോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളോ മതി ഈ സെൻസറുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഉഗ്ര തീവ്രതയുള്ള സ്ഫോടനമായിരിക്കും ഫലം. DRDOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലാബറട്ടറിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും അപ്പോളോ മൈക്രോസിസ്റ്റംസ് ലിമിറ്റഡുമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ്. വരുംകാല നാവിക യുദ്ധങ്ങളിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി രണ്ടാമത്തേത്, വായുസേനയ്ക്ക് കരുത്ത് പകരുന്ന ഒരു വാർത്തയാണ്. അത് ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് ഉപയോഗിച്ചുള്ള ഡ്രോണുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സാധാരണ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കൂടുതൽ നേരം പറക്കാൻ കഴിയും എന്നുള്ളതാണ്. ഉയർന്ന പേലോഡ് കപ്പാസിറ്റി തരികയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒഴിവാക്കുകയും ചെയ്യാം എന്നുള്ളതിനേക്കാളെല്ലാം ഉപരി ഇതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും മെച്ചപ്പെട്ടതായിരിക്കും. ഇത്തരത്തിലുള്ള മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ ഇന്ത്യ നേരത്തെ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എങ്കിലും ഇന്ത്യയിലെ പാരാസ് ഡിഫൻസും ഇസ്രയേലിൻ്റെ ഹെവൻസ് ഡ്രോൺസും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രോണുകൾ കാര്യശേഷിയിലും പ്രവർത്തന മികവിലും ഉയർന്നതായിരിക്കും. പണ്ട് ഇന്ത്യ തുർക്കിയുടെ കൈവശമുള്ള ഡ്രോണുകൾ ചോദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് തുർക്കി ഇന്ത്യക്ക് ഡ്രോണുകൾ നൽകിയിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൈവശമുള്ള തുർക്കി ഡ്രോണുകൾ നമ്മൾ അടിച്ചിടുന്നത് ഒരു പ്രതികാരമായി തന്നെ കാണാം. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നത്. ആത്മനിർഭർ ഭാരതിലൂടെ രാജ്യം ശക്തിപ്പെടട്ടെ. ജയ് ഹിന്ദ്.